ജീവിതത്തിലെ അവിസ്മരണീയമായ ഏതാനും നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ NSW സ്റ്റേറ്റിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കിലാണ്. ബരിങ്ടൺ ടോപ്സ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങളുടെ ന്യൂകാസിലെ ഏറ്റവും അടുത്ത് മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് ചുറ്റും ഇപ്പോൾ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബരിങ്ടൺ ടോപ്സ് ഒരു നാഷണൽ പാർക്കാണ്. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ഫേമസ് നാഷണൽ പാർക്സ് ആണ് ബരിങ്ടൺ ടോപ്സ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്ലിപ്പറിയാണ്. ഈ സ്ഥലത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ നാലുപാടും ഒന്ന് നോക്കിക്കുക. പ്രകൃതിയുടെ ഒരു കളർ സ്കീം തന്നെ ഇവിടെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്താ പറയുക, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയും അതുപോലെ ഇക്കോസിസ്റ്റവുമാണ് ഈ ബരിങ്ടൺ ടോപ്സിലുള്ളത്. വളരെ റെയറായിട്ടുള്ള ധാരാളം ആനിമൽസ് ഈ ഒരു ഏരിയയിലുണ്ട്. വംശനാശം നേരിടുന്ന ഓസ്ട്രേലിയയിലുള്ള പലതരത്തിലുള്ള ജീവികളെ ഈ പ്രദേശത്ത് കാണാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു വെജിറ്റേഷൻ്റെ പ്രത്യേകത. ഏകദേശം 10,000 വർഷത്തോളം പഴക്കമുള്ള ഒരു വലിയൊരു ഇക്കോസിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ചെങ്കുത്തായ ഒരു വലിയ ഒരു പാത പിന്നിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഈ ഒരു സ്ഥലത്ത് അല്പം സമതല പ്രദേശമാണെന്ന് തോന്നുന്നു. വലിയ കയറ്റമോ ഇറക്കമൊന്നും ഈ ഒരു പ്രദേശത്ത് കാണുന്നില്ല. ഇനി അല്പം കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് മുൻപോട്ട് പോയിട്ട് ഞാൻ പറയാം. എന്തായാലും ഇങ്ങനൊരു ടൂർ പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം ഒന്ന് മടിച്ചതാണ്. എന്നാലും ഞങ്ങളുടെ തീരുമാനം തെറ്റാണെന്ന് തോന്നുന്നില്ല. വളരെയധികം ശരിയാണ്. ഇത്രയും മനോഹരമായ കാഴ്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐ എം ലക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയതിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ചെടികളിലൊക്കെ മഞ്ഞിരിക്കുന്നതൊക്കെ എന്ത് മനോഹരമാണ്. അപ്പോൾ ഈ മഞ്ഞ് ശരിക്കും കാനഡയിലും UK യിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഭംഗി വളരെയധികം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾക്കിത് വളരെയധികം അപൂർവമായിട്ട് കിട്ടുന്ന ഒരു വിൻ്റർ സമയത്ത് മാത്രമാണ് ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുള്ളത്. ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നിട്ട് ഈ ഒരു വെതർ കണ്ടീഷൻ നോക്കിയിരുന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ് ഞങ്ങൾ. ഇനി കൂടുതൽ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഭംഗി കൂടുതൽ കാഴ്ചകളോട് നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. യാത്രാമധ്യയുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡാണ്. അതുകൊണ്ട് ഇവിടെ ക്യാമ്പിംഗ് സൈറ്റുകളൊക്കെ ഓൾറെഡി ഫുള്ളി ബുക്ക്ഡ് ആയിട്ട് പോയി. ഞങ്ങൾ ആദ്യം ഇനിഷ്യലി പ്ലാൻ ചെയ്തത് ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഒരു ക്യാമ്പിംഗ് ഒക്കെ നടത്തിയിട്ട് രാവിലത്തെ സ്നോഫോളൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാം എന്നായിരുന്നു ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ക്യാമ്പിംഗ് സൈറ്റെല്ലാം ഫുള്ളായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പ്ലാന് മാറ്റേണ്ടി വന്നു. ഞങ്ങൾ ലേറ്റായിട്ടാണ് റിസർവേഷന് ട്രൈ ചെയ്തത്. ഏതായാലും വരവ് ഗുണപ്രദമായി. വളരെ ഭംഗിയുള്ള കാഴ്ചകൾ. എന്താ പറയുന്നത്, നമ്മൾ വേറൊരു ലോകത്താണെന്ന് തോന്നിപ്പോകും. ഏതോ ഒരു കൊച്ചുകുട്ടി ഉണ്ടാക്കിയ സ്നോമാനാണിത്. നോക്കി 2 കണ്ണുകളൊക്കെ വെച്ചിട്ട് കൈയൊക്കെ ആയി. അവിടെ വേറൊരു വലിയ സ്നോമാനം ഉണ്ടാക്കിയൊക്കെയാണ്. നമുക്കതൊന്ന് പോയി കാണാം. ഓരോ കുട്ടികളുടെ ക്രിയേഷൻ. ഹലോ. പായല് കൊണ്ട് കൺപുരികം, കുപ്പിയുടെ അടപ്പ് കൊണ്ട് കണ്ണ്, ക്യാരറ്റ് കൊണ്ട് ബീക്ക്. എന്ത് മനോഹരമായിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ.
ഇത് ഓസ്ട്രേലിയയുടെ ഒരു നാഷണൽ പാർക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ഏകദേശം 25ഓളം നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഈ ഒരു പ്രദേശം. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഹണ്ടർ നദി. ആ ഹണ്ടർ റിവറിൻ്റെ ഉത്ഭവസ്ഥാനം ഈ ബെറിങ്ടൺ ടോപ്സ് ഏരിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ധാരാളം ചെറിയ നദികളെ അവയൊക്കെ ഉത്ഭവിക്കുന്ന പ്രഭവസ്ഥാനം ഈ ബെറിങ്ടൺ ടോപ്സാണ്. ഈ ചെടികളിലൊക്കെ അങ്ങ് മഞ്ഞ് പൊഴിഞ്ഞ് കിടക്കുന്ന ശരിക്കും പണ്ട് ഈ പിന്നെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആഹാ, മഞ്ഞ് പൊഴി എന്ത് മനോഹരമാണെന്നറിയാം. എൻ്റെ കൈയൊക്കെ ഇങ്ങനെ കോച്ചിയിട്ട് വയ്യ. ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് എടുത്തില്ല. ഇത് ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ആദ്യ അനുഭവം ആയതുകൊണ്ട് എനിക്കത് മറന്നുപോയി. നെക്സ്റ്റ് ടൈം ആവട്ടെ, എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വർഷം ഞങ്ങൾ വന്നിരിക്കും. നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാം. പോരെ പോരെ. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ബാർബിക്യൂ ഏരിയ ഉണ്ട്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കി. തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇങ്ങനെയൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റേ കിട്ടുകയുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൺസർവേഷൻ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും കടകളോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഫുഡ് കൊണ്ടുവരിക. എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ബാർബിക്യൂ ഏരിയ ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, കഴിക്കുക, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക, പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അതനുസരിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ കഴിച്ചു. ജസ്റ്റ് ചൂടായി, വാമായി. പല സ്ഥലത്തും ഇരുന്ന് കോഫി കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും രുചിയായിട്ട്, ഇത്രയും ആസ്വദിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ ചൂട് കാപ്പി കുടിക്കുക എന്നുള്ളത് അത് വേറിട്ടൊരു അനുഭവമാണ്. എങ്ങനെയുണ്ട് എൻ്റെ സ്നോമാൻ? ഞങ്ങൾ ഇനിയും വരും അടുത്ത വിൻ്ററിൽ ഇതുപോലെ സ്നോമാൻമാരെ ഉണ്ടാക്കാനായിട്ട്. ഓ, ഇറ്റ്സ് ബ്രോക്കൺ. ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? താങ്ക് യു. ഇനി നമ്മൾ ഈ ഏരിയ ക്ലീൻ ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീനാഥ് പുറത്ത് ഐസ് കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യുക. ഐസ് കുക്ക് ചെയ്യുക. ഫ്രണ്ട് ശ്രീനാഥ് ഒരു മാജിക് കാണിക്കാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കയ്യിലൊരു ബോയിൽഡ് വാട്ടർ ഒഴിച്ച ഒരു കപ്പുണ്ട്. ആ കപ്പിലെ വെള്ളം നമ്മൾ വായുവിലേക്ക് എറിയുമ്പോൾ അത് ഐസാകുമെന്നാണ് ശ്രീനാഥ് പറയുന്നത്. ഒന്ന് കണ്ടു നോക്കാം. ഇതുകൊണ്ട് ബാഹുബലി സിനിമയിലെ ബാഹുബലിയായിട്ടുണ്ട് ഒരാൾ വരുന്നുണ്ട്. ഭക്ഷണ പാചകമൊക്കെ കഴിഞ്ഞ് ഗ്യാസ് കുറ്റിയും ചുമന്നുകൊണ്ട് കാറിലേക്ക് വരുന്ന സീനാണ് ഈ കാണുന്നത്. കാപ്പി കുടിച്ച സുഖമല്ല, ഇത് ചുമന്നപ്പം പോയി. നമ്മളിപ്പോൾ പിന്നെയും അടുത്തൊരു പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പോയിന്റിൻ്റെ പേരാണ് ഡെവിൾസ് ഹോൾ ലുക്ക് ഔട്ട് എന്നാണ്. ഇത് ബാരിങ്ടൺ ടോപ്പ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 100-200 മീറ്റർ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഒരു വലിയ ലുക്ക് ഔട്ട് പ്രദേശമാണ്. അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ട്, അതായത് വൈഡ് ആംഗിളിൽ വളരെ മനോഹരമായ ഒരു വാലി കാണാം. അതൊരു റിവറ്, കുറേ കുന്നുകൾ, കുറേ മഞ്ഞ് മൂടിയ സ്ഥലങ്ങൾ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര മനോഹരമാണത്. നമുക്കത് കാണാനായിട്ട് അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് ഈ കാഴ്ച തന്നെ നോക്കിക്കേ. ഈ തടി ഇങ്ങനെ തടി വീണ് കിടക്കുന്ന ഒരു ലോകമാണ്. അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ പായൽ പോലത്തെ ചെറിയ ചെടികളുണ്ട്. അതിൽ മഞ്ഞ് വീണ് കിടക്കുന്നു. അതായത് ഈ ചെറിയ ഇളം പച്ച നിറത്തിൽ ആ വെള്ള കളർ മഞ്ഞ് വീണപ്പോൾ ഉള്ള ഭംഗിയെ നോക്കിക്കേ, എന്ത് രസമാണ്.
ശരിക്ക് ഇന്ത്യയിൽ ഇത്രയും നാൾ താമസിക്കാൻ പറ്റിയെങ്കിൽ ഇതുവരെ എനിക്ക് ഇന്ത്യയിൽ ഇതുപോലെ ഇതിനേക്കാളും മനോഹരമായ ഐസ് വീണ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിതുവരെ ഒന്ന് പോകാൻ സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയും തിരിച്ച് ഇന്ത്യയിലേക്ക് എന്ന് പോകുന്നോ ആ നാൾ ഞാൻ തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഹിമാചൽ പ്രദേശ് കുളു മണാലിയിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുള്ള ഉറപ്പാണ്. കാരണം ഇത്രയും മഞ്ഞിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വളരെ ദുർഘടമായ ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് ബരിങ്ടൺ ടോപ്പ്. ഓസ്ട്രേലിയയുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നും ഈ പ്രദേശത്തെ വിളിക്കാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏകദേശം 11ഓളം വിമാനാപകടങ്ങൾ ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ അപകടങ്ങളിൽ 1981 നടന്ന ഒരു വിമാനാപകടം വളരെയധികം ശ്രദ്ധേയമാണ്. അന്നൊരു സെസ്ന വിമാനം ഈ പ്രദേശത്ത് തകർന്നു വീഴുകയും ഏകദേശം 5ഓളം യാത്രക്കാർ അതിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തു. ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളോ ആ യാത്രക്കാരെയോ ഇന്നേ വരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഓസ്ട്രേലിയയുടെ സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ കണ്ടെത്താൻ പറ്റാത്ത ഏക വിമാനാപകടം, അതായത് ഒരു വിമാനാപകടം നടന്നതിന് ശേഷം അതിലെ യാത്രക്കാരെയോ ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളെയോ കണ്ടെത്താൻ സാധിക്കാതെ പോയ ഏക സംഭവം അതാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു അപകടം കൂടാതെ തന്നെ ഏകദേശം 10ഓളം അപകടങ്ങൾ ഇതിന് മുൻപിലും അതിന് ശേഷവും നടന്നിട്ടുണ്ട്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രദേശത്തെ ഓസ്ട്രേലിയയുടെ ബെർമുഡ ട്രയാങ്കിൾ നിങ്ങൾക്കറിയാം, ഒരു സമയത്ത് ധാരാളം വിമാനാപകടങ്ങളും അതുപോലെ കപ്പൽ അപകടങ്ങളും നടന്ന സ്ഥലമാണ് ബെർമുഡ ട്രയാങ്കിൾ. ഓസ്ട്രേലിയയുടെ ബെർമുഡ ട്രയാങ്കിൾ എന്നാണ് ഈ ബെറിങ്ടൺ ടോപ്സ് അറിയപ്പെടുന്നത്. ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഓസ്ട്രേലിയയിൽ ധാരാളം ഫോറസ്റ്റ് ഏരിയസ് നമ്മൾ പോയിട്ടുണ്ട്. അവിടത്തേക്കാളൊക്കെ ഒരു പ്രത്യേകത കാണുന്നത് ധാരാളം മരങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. അവയൊന്നും ദ്രവിച്ചിട്ടുമില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു പ്രദേശത്ത് ഞാൻ പറഞ്ഞു വിൻ്റർ സമയത്താണ് മഞ്ഞ് പെയ്യുന്നത്. അതിനുശേഷം അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയായിരിക്കും. അങ്ങനെ കാലാവസ്ഥകൾ മാറി മറിഞ്ഞ് വരുന്നതുകൊണ്ട് മരങ്ങൾ പെട്ടെന്ന് ദ്രവിക്കുകയും അവ താഴേക്ക് വീഴുകയും ചെയ്യും. പക്ഷേ താഴെ വീഴുന്ന മരങ്ങൾ പിന്നെ അങ്ങോട്ട് ചിതലരിച്ച് പോകുവാനോ അല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേരുവാനോ ഉള്ളൊരു ആ ഒരു കാലാവസ്ഥയല്ല ഉള്ളത്. അതുകൊണ്ടാണ് വീണ മരങ്ങളൊക്കെ അതേപടി തന്നെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും മരങ്ങൾ വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് സുധീനയുടെ കൂടെയാണ്. അവർക്ക് 4 വീൽ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ വന്നത്. അപ്പോൾ സുധീന പറയുകയാണ് അവർ ഈ സ്നോ കവേർഡായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ബാരിങ്ടൺ ടോപ്പിലൊരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാടിനകത്താണ് ഈ ഐസ് മുഴുവൻ വീണ് കിടക്കുന്നത്. ഞങ്ങൾ പല കാഴ്ചയിലും ഈ പുല്ലുകൾക്കുള്ളിൽ മഞ്ഞ് വീണ് കിടക്കുന്നതും ഈ മരങ്ങളുടെ ശിഖരങ്ങളിലൊക്കെ ഈ മഞ്ഞിരിക്കുന്നതൊക്കെ കാണുന്നത് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ സുധീര പറയുമായിരുന്നു അവർ കൂടുതൽ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളത് എല്ലായിടത്തും മൊട്ടക്കുന്ന് മുഴുവൻ കുന്നുകളിലെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. പക്ഷേ ഈ പച്ച കളറിൽ ഈ മഞ്ഞ് കിടക്കുന്നതിന് ഭംഗി അത് വേറെ തന്നെയാണ്. കമ്പുകൾക്കുള്ളിൽ മഞ്ഞ് പറഞ്ഞ് കിടക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഓരോ കമ്പിലും പ്രത്യേകം ഇങ്ങനെ സിൽവർ കളറിൽ ആ ഒരു ഭംഗി വേറെ തന്നെയാണ്. തറയിലുള്ള പുല്ലുകളിലായാലും മഞ്ഞ് പിടിച്ച് കിടക്കുന്നത് കാണാൻ വേറൊരു ഭംഗി. ബരിങ്ടൺ ടോപ്സിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ധാരാളം ഓഫ് റോഡ് ഡ്രൈവിംഗ് ട്രാക്സ് ഉണ്ട്. ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് ഇങ്ങനെയുള്ള ഓഫ് റോഡ് ഡ്രൈവിംഗ് ട്രാക്സിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ട്രാക്കിൽ കൂടി ഞങ്ങൾ അല്പദൂരം മുൻപോട്ട് വന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പുറകിൽ കാണാൻ പറ്റും, വണ്ടികളെല്ലാം ഇവിടെ തന്നെ സ്ട്രക്കായിരിക്കുകയാണ്. കുറേ ആൾക്കാർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുമുണ്ട്. കാര്യം അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് നേരത്തെ പോയ ഒരു വാഹനം അവിടെ സ്ട്രക്കായിട്ട് കിടക്കുകയാണ്. അവർക്ക് ആ വണ്ടി അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളും ഇവിടെ നിന്ന് മുൻപോട്ട് പോകാനുള്ള ആ പ്ലാൻ ഉപേക്ഷിച്ച് തിരിച്ച് വേറൊരു ട്രാക്ക് തപ്പി പോകാൻ തീരുമാനിച്ചു.
ശരിക്കും ഇങ്ങനെ മഴ വീഴുന്നത് പോലെയാണ് ഇങ്ങനെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് ഓഫ് റോഡ് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോഴാണ് നേരത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് ഹെയിൽ വീഴുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. പൗഡർ ഫോമിൽ നിന്ന് മാറി ഹെയിലാ തന്നെ വീണു. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ കാണിച്ചത് പൊടിയായിട്ടുള്ള പൗഡർ ഫോമിലുള്ള ഐസാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രാന്യൂൾസ് ഫോമിലുള്ള ഐസായിട്ട് ആണിപ്പോൾ എല്ലാം പൊഴിഞ്ഞത്. വണ്ടി മുഴുവനും ഇങ്ങനെ മഞ്ഞിൻ്റെ കട്ടകളായിരിക്കുകയാണ്. നമ്മുടെ ഓഫ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വണ്ടി ഇനി ഈ ഓഫ് റോഡിൻ്റെ ഭാഗത്തും തിരിച്ച് കയറ്റണം. ഇതൊരു സാഹസികമായ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സുഹൃത്തുക്കളെ ആ വണ്ടി തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഈ മഞ്ഞിനകത്ത് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാനല്ല സ്ലിപ്പ് ചെയ്യുന്ന, വണ്ടി സ്ലിപ്പ് ചെയ്ത് അവർ ഡ്രൈവ് ചെയ്ത് മുകളിലേക്ക് കയറ്റുന്നത് കാണാം. നമുക്ക് ഈ മഞ്ഞൊന്ന് പകഞ്ഞ് മാറ്റി നോക്കാം. എന്തുമാത്രം അകത്തേക്ക് പോകുന്ന മണ്ണ് കാണാൻ പറ്റുമോന്ന്. കൂട്ടത്തിൽ മഞ്ഞ് കളിക്കുകയും ചെയ്യാം. അവിടെ കണ്ടോ ഒരു പ്രത്യേക കുറച്ച് മരങ്ങൾ വേറൊരു ഭംഗിയിൽ വേറൊരു മഞ്ഞ് വീണിട്ട് വേറൊരു കളറായി മഞ്ഞ് ഇങ്ങനെ മൂടി നിൽക്കുന്നത്. നമുക്ക് ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. മനോഹരമായ വേറൊരു കാഴ്ച കണ്ടിട്ടുണ്ട് ഞാൻ ഓടി വന്നത്. ഞാൻ വിചാരിച്ച കാട്ടിനകത്ത് ഒരു മുല്ലവള്ളി നിറയെ മുല്ലപ്പൂക്കളുമായിട്ട്. നമുക്ക് ആ മുല്ലവള്ളി ഒന്ന് കാണാൻ പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ മുല്ലവള്ളി. നോക്കിയാ നിറയെ മുല്ലപ്പൂക്കളുമായിട്ട് നിൽക്കുന്നത്. മുല്ലപ്പൂക്കളൊന്ന് കുലുക്കി വീഴ്ത്താൻ നോക്കാം അല്ലേ? ഇല്ല, ഈ ഇലകളിലെല്ലാം നിറയെ മഞ്ഞ് പറ്റിപ്പിടിച്ച് അകലെ എന്നുള്ള കാഴ്ചയിൽ കാട്ടിലെ ഒരു മുല്ലവള്ളി നിറയെ മുല്ലപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാക്കിയത്. ഓസ്ട്രേലിയയിൽ വിവിധയിനം ടെറൈനുകളാണ്. അതായത് തണുപ്പുള്ള സ്ഥലം, ചൂടുള്ള സ്ഥലം, പിന്നെ ഹില്ലി ഏരിയാസ്, ബീച്ച് ഏരിയാസ്, എന്താ പറയുക, ഫോറസ്റ്റ് ഏരിയാസ്, പിന്നെ സാൻഡ് ഡ്യൂൺസ്, മരുഭൂമികൾ, ഇങ്ങനെയുള്ള പല ടെറൈനും കാണാൻ പറ്റി. ഒപ്പം തന്നെ പല കാലാവസ്ഥകളും. അങ്ങനെ എല്ലാം ഉണ്ട് ഓസ്ട്രേലിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പുല്ലുകൾക്കിടയിൽ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്ന നോക്കി എന്ത് ഭംഗിയാ കാണാന്. പ്രത്യേക ഭംഗിയാണ്. ഇടയിൽ ആ പച്ച നാമ്പുകളൊക്കെ ഇങ്ങനെ വളർന്നു കിടക്കുന്ന എന്ത് രസമാണ് കാണാന്.
ഞങ്ങളിങ്ങനെ ഫയറൊക്കെ കൂട്ടി തീ ഇടുകയാണ്. അപ്പോഴാണ് നമ്മൾ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ലഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പിങ്ങിന് തലേദിവസമേ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയില്ല. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾക്ക് വെളുപ്പിന് 2 മണിക്ക് വീട്ടിൽ തിരിക്കേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബിരിയാണി, അതിനോട് ചേർന്ന സാധനങ്ങൾ, പപ്പടം, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ആഹാരം അന്ന വിചാരം മുന്ന വിചാരം അല്ലേ, നമുക്ക് അങ്ങോട്ട് പോകാം. വർഷത്തിൽ എല്ലാ സമയവും ഇവിടെ മഞ്ഞില്ല. ഇവിടെ മഞ്ഞ് പെയ്യുന്നത് പ്രധാനമായും ഈ ഒരു ഓസ്ട്രേലിയയുടെ വിൻ്റർ സമയത്താണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ മഞ്ഞ് പെയ്യാറുള്ളൂ. ആ മഞ്ഞ് പെയ്യുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ അഡ്വാൻസ്ഡായിട്ട് തന്നെ നമുക്ക് ലഭ്യമാണ്. അതനുസരിച്ചാണ് ആൾക്കാർ ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നതും ഈ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നതും. അങ്ങനെ ഒരു വീക്കെൻഡിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഏതാനും കുറേ നല്ല ദൃശ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു. മനോഹരങ്ങളായ കുറച്ച് ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ സ്ഥലത്തോടെ ഞങ്ങൾ വിട പറയുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ സ്നേഹപൂർവ്വം ഓസ്ട്രേലിയയിൽ നിന്ന്. സ്ഥലം എൻ്റെ സ്വപ്നത്തിലല്ലാതെ എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്ത് മനോഹരമാണ് ഈ പ്രകൃതി എന്ന്.